ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ UDF കുറെ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം ഇതൊരു വലിയ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്, വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. 2016-ലും 2021-ലും നമ്മുടെ കൂടെ ഇല്ലാതിരുന്ന, അപ്പുറത്തായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലുണ്ട്. അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന പ്രസ്ഥാനം UDF-ഉം കോൺഗ്രസുമാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടായി. വർഷങ്ങളായി CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രചാരകരായിരുന്ന ഇടതുപക്ഷ സഹയാത്രികർ ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും. വിസ്മയങ്ങൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF-ലും BJP-യുടെ NDA-യുടെ ഭാഗമായി നിൽക്കുന്ന പലരും നമ്മളോടൊപ്പം ഉണ്ടാകും. അതുമാത്രമല്ല, ഇൻഡിവിജ്വൽസ്, ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം, കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം. വെറുതെ അല്ല 100 സീറ്റ് കടക്കുമെന്ന് പറഞ്ഞത്. ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം UDF-ന് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിത്തറ കുറെ കൂടി വിപുലമാക്കാൻ പറ്റും ഉണ്ടാകും. അതുമാത്രമല്ല, ഇൻഡിവിജ്വൽസ്, ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം, കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം. വെറുതെ അല്ല 100 സീറ്റ് കടക്കുമെന്ന് പറഞ്ഞത്. ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം UDF-ന് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിത്തറ കുറെ കൂടി വിപുലമാക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് 100 സീറ്റിൽ അധികം നേടി നമുക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പറയും.